വയലിൽ നിന്ന് പിടികൂടിയ മൂർഖനെ മുകളിലേക്ക് ഉയർത്തിയും കഴുത്തിൽ ചുറ്റിയിട്ടുമൊക്കെ നാട്ടുകാർക്ക് മുന്നിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെ 50-കാരൻ കടിയേറ്റ് മരിച്ചു. 3 തവണ കടിയേറ്റ് കുഴഞ്ഞു വീണ് സെക്കൻഡുകൾക്കുള്ളിലാണ് മരണം. ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് മധ്യവയസ്കൻ മരണം ഇരന്നു വാങ്ങിയത്. ബിലാസ്പൂർ താലൂക്കിലെ പിപ്ലിയ ഗോപാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന രാജ് സിംഗാണ് മൂർഖന്റെ കടിയേറ്റ് മരിച്ചത്. വയലിറമ്പിൽ റോഡിലേക്ക് കയറിയ മൂർഖൻ പാമ്പിനെ രാജ് സിംഗ് പിടികൂടുകയും കഴുത്തിൽ ചുറ്റിവെച്ച് താൻ ധീരയോദ്ധാവാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു നാട്ടുകാർക്ക് മുന്നിൽ പ്രകടനം നടത്തിയത്. ആദ്യമൊക്കെ പാമ്പ് സംയമനം പാലിച്ചെങ്കിലും തുടർന്ന് അടുപ്പിച്ച് 3 തവണ കടിക്കുകയായിരുന്നു. പാമ്പിനെ ഉടൻ താഴേക്കെറിഞ്ഞ് രാജ് സിംഗ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി സുരക്ഷിതമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.